ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. വീണ്ടും ഇവിടെ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ സന്തോഷവും നന്ദിയും. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഇപ്പൊ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നമ്മളെ നയിച്ചത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മനോഭാവമാണ്. മനോഭാവം അല്ലെ, മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വാക്ക് ആറ്റിറ്റ്യൂഡ്. നമ്മൾ എന്താണോ നമ്മളെ കുറിച്ച് കരുതുന്നത്, ആറ്റിറ്റ്യൂഡ് മൂന്ന് തരത്തിൽ നമുക്ക് പറയാം. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ചിന്ത, മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത, മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള ചിന്ത. ഇങ്ങനെ നമുക്ക് അതിനെ മൂന്ന് തരത്തിൽ പറയാം. ഒരു ചെറിയൊരു സ്റ്റോറി പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇപ്പൊ എല്ലാരും ഈ ഒരു 7 മണിക്ക് വീട്ടിൽ ലൈറ്റ് ഒക്കെ ഇട്ടായിരിക്കുന്നത് അല്ലെ. 1880-കളിലാണ് ഈ ലൈറ്റ് കണ്ടുപിടിച്ചത്. ആരാണെന്നറിയാലോ അല്ലെ, പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ. ആരാണ്? എഡിസൺ അല്ലെ, തോമസ് ആൽവ എഡിസൺ ആണ് ലൈറ്റ് കണ്ടുപിടിച്ചത്. അതിന് പിന്നില് ഒരു സ്റ്റോറി ഒരു സംഭവം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന സംഭവം. ആയിരക്കണക്കിന് പദാർത്ഥങ്ങളിലൂടെ അദ്ദേഹം വൈദ്യുതി കടത്തി വിട്ടിട്ട്, വൈദ്യുതി കടത്തി വിട്ടാൽ ആ ഒരു പദാർത്ഥം പ്രകാശിക്കുമോ, അതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പല പദാർത്ഥങ്ങളിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തി. പക്ഷെ ഒന്നും ആ ഫലം കണ്ടില്ല, ഒന്നും ഉദ്ദേശിച്ച പോലെ ആ റിസൾട്ട് കിട്ടിയില്ല. അങ്ങനെ ഓരോ പദാർത്ഥങ്ങളെ പരീക്ഷിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മറ്റുള്ളവർക്ക് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ കാണുന്ന ഒരു അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇപ്പോൾ പരീക്ഷിച്ച ഈ ഒരു പദാർത്ഥത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ, ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാൽ അത് പ്രകാശിക്കില്ല എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം അത് കണ്ടത്. അദ്ദേഹത്തിന്റെ മനോഭാവം അതായിരുന്നു. എന്നാൽ പലരുടെയും മനോഭാവം മതിയാക്ക്, കുറെ ആയില്ലേ, ആ രീതിയിലാണ് ചിന്തിച്ചത്. അദ്ദേഹത്തിന് നിരന്തരമായ എഫേർട്ട്, എക്സ്പെരിമെന്റ് അദ്ദേഹത്തിന് ഈ എന്താണ് ബൾബ് കണ്ടുപിടിക്കുന്നതിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യത്തെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിക്കാണാൻ സാധിക്കും. അത് നമ്മുടെ നോട്ടം, നമ്മുടെ മനോഭാവം എങ്ങനെ എന്നുള്ളതാണ്. അതില് നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിൽ കിട്ടിയ നമ്മുടെ എക്സ്പെരിമെന്റുകൾ, നമുക്ക് എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ, നമ്മുടെ വീട്ടില്, സ്കൂളില്, നമ്മുടെ സുഹൃത്തുക്കള്, ആ ഒരു ജീവിത അനുഭവങ്ങളാണ് പലപ്പോഴും നമ്മളെ ഓരോ മനോഭാവമുള്ളവരാക്കി മാറ്റുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യത്തെ പല ആംഗിളിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിക്കാണാൻ സാധിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല വെയിലായിരുന്നു അല്ലെ, മെയ് പകുതി വരെ നല്ല വെയിലായിരുന്നു. അപ്പോഴതിനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തിയവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്ത് വെയിൽ എന്ന് പറഞ്ഞിട്ട് വല്ലാതെ കുറ്റപ്പെടുത്തിയവരുണ്ട്. ഇപ്പോഴാണെങ്കിലോ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? മഴയെ കുറ്റം പറയാണ് അല്ലെ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇത് കാണേണ്ടത്, ഇതൊക്കെ ആ സംഭവിക്കാനുള്ളത് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നമ്മള് ഈ കുറ്റം പറഞ്ഞത് കൊണ്ടോ വല്ല കാര്യമാണ്? നമുക്ക് വെയിലിനെ കുറ്റം പറഞ്ഞു വല്ല കാര്യമുണ്ടോ? മാറുമോ? മഴയെ കുറ്റം പറയുന്നു ഇല്ലല്ലോ. അപ്പൊ അതിനെ സ്വീകരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരണം എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. എന്താണോ അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ് അല്ലെ. എന്തിനേയും നമ്മളുടെ ആ ഒരു വീക്ഷണകോണ് മാറ്റിയിട്ട് പോസിറ്റീവായ വീക്ഷണകോണ്, നമ്മൾ പഠിച്ചു വന്ന ചിലപ്പം തെറ്റായ രീതിയിലാണെങ്കിൽ അതിനെ മാറ്റി ഒരു പോസിറ്റീവായ രീതിയിലേക്ക് എന്ത് ചെയ്യണം, ആ ഒരു കാര്യത്തെ കാണണം എന്നുള്ളതാണ്.
അപ്പൊ ഇനി മഴക്കാലമാണ്, വെള്ളപ്പൊക്കം ഉണ്ടാവും, അല്ലെ? അവിടെയൊക്കെ നമ്മൾ അതിന് നന്മകളെ കാണാൻ ശ്രമിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ പഴിക്കുന്നത്, കുറ്റം പറയുന്നത് കൊണ്ട് ഒരു മെച്ചവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അവിടെ നമ്മളുടെ മനസ്സാണ് എന്ത് ചെയ്യുക, അവിടെ നെഗറ്റീവായി മാറും. ഞാനൊരു സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് മെസ്സേജ് ചെയ്യൂ. സക്സസ് ബിഗിൻസ് ഇൻ യുവർ മൈൻഡ്. നമ്മളൊന്ന് നമ്മളെ കുറിച്ച് വിലയിരുത്തുക. എന്താണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്? ജീവിതത്തെ കുറിച്ചുള്ള ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ആലോചിക്കുക. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്? ഞാൻ എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത്? ഇതില് എനിക്ക് സംഭവിക്കുന്ന മോശമായ കാര്യങ്ങളെ അല്ലെങ്കിൽ നെഗറ്റീവുകളെ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്? അതോ അതിനെ ഒഴിവാക്കി പോസിറ്റീവിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്? എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ മനോഭാവം എന്താണ്? എന്താണ് നിങ്ങൾ പറയാനുള്ളത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഒന്ന് ഒന്ന് മെസ്സേജ് ചെയ്ത് ടൈപ്പ് ചെയ്തേ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, സൗണ്ട് ഉണ്ട്. അപ്പൊ സൗണ്ട് കുറവുള്ളതെന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും, ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ. നമ്മള് ഈ ലോകത്ത് നമ്മൾ ഓർത്തിരിക്കുന്നത് അവിടെ പ്രശ്നങ്ങളില് അവരുടെ പ്രയാസങ്ങളിൽ വീണുപോയവരല്ല, അല്ലെ? ആ പ്രയാസങ്ങളെ അതിജയിച്ച് വിജയം കൊയ്തവരെയാണ് നമ്മളൊക്കെ എന്ന് ഓർക്കുക, അല്ലെ? അപ്പൊ നമ്മളെ ആ പ്രയാസങ്ങളിലുള്ള വിജയത്തെ കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സക്സസ് ബിഗിൻസ് ഇൻ യുവർ മൈൻഡ്. ആ ഒരു ഓരോ കാര്യങ്ങളിലും എന്താണോ നിങ്ങൾ കാണുന്നത്, അവിടെയാണ് നിങ്ങളുടെ ഒന്നാമത്തെ സീഡ്, അല്ലെ? നമ്മൾ വിത്തിടൂലേ, നമ്മള് വിത്തിട്ട് മുളപ്പിക്കുന്നത് പോലെ നമ്മളുടെ ജീവിത വിജയത്തിന്റെ ഒന്നാമത്തെ വിത്ത് നമ്മുടെ മനസ്സിലാണ്, നമ്മളെ മൈൻഡ് സെറ്റിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ആണ് വേണ്ടത്. നമ്മൾ ആ പോസിറ്റീവായ വിത്തിടുമ്പോൾ എന്ത് ചെയ്യും? അത് മുളയ്ക്കാൻ തുടങ്ങും, ജീവിതത്തിൽ സക്സസിലേക്ക് നയിക്കും. അപ്പൊ അത് എങ്ങനെയെന്നുള്ളതാണ്, അല്ലെ? ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ വഴികളാണ് ഞാൻ ഈ സംസാരത്തിൽ ഈ ഒരു മണിക്കൂർ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം മാറ്റാം ഒരു പോസിറ്റീവായ രീതിയിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ നമുക്ക് എങ്ങനെ അതിനെ മാറ്റിയെടുക്കാം എന്നുള്ളത് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. നിങ്ങൾ പലപ്പോഴും കേട്ട വിഷയങ്ങൾ ഉണ്ടാവും ഇതിനകത്ത്. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും ഒരു കാര്യത്തെ അറിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ റിസൾട്ടുകൾ നമുക്ക് ചെയ്യാൻ തോന്നും. നമ്മൾ സ്വാഭാവികമായും പലതും കേൾക്കും, കേട്ടിട്ട് എന്ത് ചെയ്യും, അവിടെ കളഞ്ഞിട്ട് പോകും. പിറ്റേന്ന് രാവിലെ വീണ്ടും എന്ത് ചെയ്യും, മോർണിംഗ് ക്ലാസ്സിലേക്ക് വരും. അത് നമുക്ക് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാം. ഈ ജീവിതത്തിൽ എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണം. അപ്പോഴാണ് ഈ ഈ സമയങ്ങൾ എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് മാറും. ഓക്കെ.
ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ് എന്നൊരു ബുക്കുണ്ട്. ജെഫ് കെല്ലർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു റൈറ്ററാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ്, മനോഭാവമാണ് എല്ലാം. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ആധാരം, അതിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് എന്താണ്? ആ മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വളരെ വളരെയധികം കോപ്പികൾ വിറ്റുപോയ ഒരു പുസ്തകമാണ്. കിട്ടുന്നവർ വായിക്കണം എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഞാൻ പറയുന്നത് അതുമായി കണക്ട് ചെയ്ത് കുറെ ഇൻഫർമേഷൻസ്, ആ ബുക്കുമായി കണക്ട് ചെയ്ത് കുറെ ഇൻഫർമേഷൻ അത് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ വായിക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വായിക്കുക. കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് അതിലൂടെ കരസ്ഥമാക്കാൻ സാധിക്കും. യു ആർ എ ഹ്യൂമൻ മാഗ്നറ്റ്. എന്താണ് എന്താണ് മാഗ്നറ്റ്? എന്താണ് മാഗ്നറ്റ്? കാന്തം അല്ലെ? എന്താണ് കാന്തത്തിന്റെ സ്വഭാവം? അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. എന്താകർഷിക്കും എന്നുള്ളത് അല്ലെ? നമ്മൾ ഓരോരുത്തരും കാന്തമാണെന്നാണ്, അട്രാക്ട് ചെയ്യുന്ന ഹ്യൂമൻസ് ആണ്, മനുഷ്യനാണെന്നാണ്. എന്താണ് അട്രാക്ട് ചെയ്യുക? നമ്മളുടെ നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും എന്ത് ചെയ്യും? നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അത് നേരത്തെ പറഞ്ഞത്, നമ്മളെ കുറിച്ച് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതേ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്ന ജീവിതാനുഭവങ്ങളും. അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ജീവിതാനുഭവം. വീട്ടിൽ നമ്മൾ ചിന്തിക്കുകയാണ്, എന്താണ്, എൻ്റെ വീണ ഭാര്യ ഭർത്താവും ആണ് ഒന്നും ശരിയാവുന്നില്ല എന്ന് ചിന്തയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ശരിയാകില്ല. എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ ഭർത്താവ് എനിക്ക് ഇണങ്ങുന്ന രീതിയിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, എപ്പോഴും എന്താണ് വഴക്കാണ്, അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് എന്ന രീതിയിൽ ചിന്തിക്കുകയും ഒരു മുൻധാരണ വെക്കുകയും ചെയ്താൽ അയാൾ ഇങ്ങനെയാണ്, ആ ഒരു ധാരണ അങ്ങനെ തന്നെ തുറന്നു പോകും. മറിച്ച് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, എനിക്ക് ചേർന്ന ഇണയാണ് എന്ന രീതിയിലേക്ക് നമ്മളുടെ ചിന്തകളും അദ്ദേഹത്തോടുള്ള ആറ്റിറ്റ്യൂഡും മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ആ ഒരു ചേഞ്ച് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഒരു കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ എല്ലാ കാര്യം നമ്മളുടെ ഓരോ ചിന്തകളിലും, സമ്പത്താണെങ്കിൽ പോലും, അത് നമ്മുടെ ആരോഗ്യമാണെങ്കിൽ പോലും, എപ്പോഴും സുഖമില്ല, ഞാന് എപ്പോഴും ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ എപ്പോഴും മരുന്ന് കഴിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാൻ മടിയനാണ്, അങ്ങനെയൊക്കെ നെഗറ്റീവായി ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? എപ്പോഴും ആ രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെയാണ് വരിക. നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും എന്ത് ചെയ്യുക ജീവിതത്തിലേക്ക് വരിക. കാരണം നമ്മൾ അങ്ങനെ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്, പിന്നെ അങ്ങനെ പോസിറ്റീവ് വരും. അപ്പം ആ ഒരു തോട്ട് പാറ്റേൺ, നമ്മൾ ചിന്തിക്കുന്ന രീതി മാറണം എന്നുള്ളതാണ്. അതിലാണ് നമ്മൾ വേർഡ് ഒക്കെ വരും, ഞാൻ അതിലേക്ക് വരാം. അപ്പം നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു കാന്തം പോലെയാണ് എന്നാണ്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി എന്ത് ചെയ്യും? ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയാൽ അതേ ആറ്റിറ്റ്യൂഡിലുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ എത്തും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത് അനുഭവിച്ച കുറെ പേരുണ്ടാവും. ഞാൻ മുമ്പ് സാറേ എങ്ങനെ ആയിരുന്നില്ല, ഞാൻ ജീവിതത്തിൽ ഞാൻ ഓരോ കാര്യങ്ങളെയും കണ്ടിരുന്നത് വേറെ കണ്ണിലൂടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? അത് മാറ്റിയപ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ EFT പഠിച്ചു, അല്ലെങ്കിൽ പുതിയ പുതിയ തെറാപ്പികളോ സൈക്കോളജി ഒക്കെ പഠിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ചിന്തകൾ മാറി, എന്റെ ആറ്റിറ്റ്യൂഡ് മാറി, അതോടുകൂടി എന്റെ ജീവിതം തന്നെ മാറി എന്ന് പറയുന്ന, എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എന്റെ ആറ്റിറ്റ്യൂഡ് മാറിയപ്പോൾ ജീവിതം മാറി എന്ന എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു എസ് ടൈപ്പ് ചെയ്യോ. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ്. യെസ്, യെസ്, താങ്ക് യു. എസ്സുകളുടെ ബഹളം അല്ലെ, ഇഷ്ടം പോലെ എസ് ഉണ്ട്. അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റി അനുഭവിച്ചവരാണ് നമ്മൾ കുറെ അധികം ആളുകൾ അല്ലെ. EFTയിലൂടെ അത് അനുഭവിച്ച കുറെ അധികം നമ്മൾ പ്ലാറ്റ്ഫോം അതാണ് പഠിപ്പിക്കുന്നത്. EFT നമുക്കറിയാം അല്ലെ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കാണ്. നമ്മൾ ഇമോഷൻസിനെ നമ്മൾ ഫ്രീ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹെൽത്തും വെൽത്തും അതുപോലെ റിലേഷൻഷിപ്പും ഒക്കെ നമ്മൾ പോസിറ്റീവായി മാറ്റം ചെയ്യാം. നമ്മൾ അനുഭവിച്ചവരാണ് ഇതിൽ കൂടുതൽ പേരും. വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ
ഇത് പ്രാക്ടീസ് ചെയ്യാത്തവർ, അറിയാത്തവർ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഈ അനുഭവങ്ങൾ അവർക്കും കൂടി ഉപകാരപ്പെടും. നമ്മൾ പറഞ്ഞ എസ്സുകൾ അവർക്ക് പ്രചോദനമാകും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നവോ അങ്ങനെ എന്ത് ചെയ്യും, നമ്മളിലേക്ക് വരും, പ്രതിപ്രവർത്തനം വരും. അല്ലെ? നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു കിട്ടും. അത് ചിന്തയാവട്ടെ, വാക്കാവട്ടെ, എന്താണെങ്കിലും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് EFTയിൽ വന്നപ്പോൾ ഉണ്ട് ഏറ്റവും വലിയ മാറ്റം എന്റെ ചിന്തയിലുള്ള മാറ്റമാണ്. ഞാൻ എന്ത് ചെയ്തു, എന്റെ ചിന്തകൾ പോസിറ്റീവായി മാറി എന്നുള്ളതാണ്. മനുഷ്യനാണ് ജീവിതത്തിൽ എന്തുണ്ടാവും, എല്ലാ തരത്തിലുള്ള കയറ്റിറക്കങ്ങളും എല്ലാ അനുഭവങ്ങളും ഉണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കാര്യങ്ങളെ പല രീതിയിൽ എടുക്കാം. ഈ പറഞ്ഞ പോലെ പല വീക്ഷണങ്ങളും നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഒരു ഏറ്റവും വലിയ മാറ്റം ഞാൻ കാണുന്നത്, ഞാൻ തിരിച്ചറിയുന്നത്, എൻ്റെ ചിന്തകളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, പോസിറ്റീവ് ആക്കാൻ പറ്റി. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ അതിനെ തിരിച്ചറിഞ്ഞ്, ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, ഇതെന്റെ ശരിയായ ചിന്തയല്ല എന്ന് തിരിച്ചറിഞ്ഞ് അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും, എനിക്കത് തിരുത്താൻ പറ്റുന്നുണ്ട്. ഇതൊരു വലിയ വലിയൊരു എന്താണ്, ഗിഫ്റ്റാണെന്ന് പറയാം. അല്ലെ? ആ ചിന്തകൾ തിരിച്ചറിയാനും അതിനെ തിരുത്താനും സാധിക്കുന്നുണ്ട്. എന്ത് ചെയ്യാണ്, നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റം വരികയാണ്. ബേസ് ആണത്. നമ്മളെ വീടിന്റെ അടിത്തറ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ബേസ് ആണെന്ത്, നമ്മുടെ ചിന്ത, മനസ്സ്. അപ്പം അതിനെ നമ്മൾ പോസിറ്റീവ് ആക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ മാറുകയാണ്. ഓക്കെ. അപ്പം ആ ഒരു ഹ്യൂമൻ മാഗ്നറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അത് നമ്മൾ അനുഭവിച്ചവരാണ് കുറെ അധികം ആളുകൾ. അത് നമ്മൾ ഇപ്പൊ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറഞ്ഞ് നമ്മൾ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം, മാഗ്നറ്റ് ആയി മാറണം. മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണ് മാഗ്നറ്റിന്റെ കുഴപ്പം? എന്താണ്? എന്തിനെ അട്രാക്ട് ചെയ്യും? നമ്മൾ നെഗറ്റീവാണ്, ചിന്തിക്കുന്നത്, നമ്മൾ നെഗറ്റീവാണ് പറയുന്നതൊക്കെ എന്ത് ചെയ്യും, അതും നമ്മളിലേക്ക് എന്ത് ചെയ്യും. എപ്പോഴും കണ്ടില്ലേ, ചില ആളുകളുണ്ടാവും എപ്പോഴും ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു ചിന്ത അങ്ങനെ തന്നെയാണ്, ഞാൻ രോഗിയാണ്, 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 രോഗിയാണ്. എപ്പോഴും ആ മെഡിസിനെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഡോക്ടറല്ല, പേഷ്യന്റ് ആണ്, പക്ഷെ എന്ത് ചെയ്യാണ്, അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഗൂഗിളിൽ തപ്പുക, പിന്നെ യൂട്യൂബ് നോക്കുക, എല്ലാം എന്താണ്, അസുഖങ്ങളെ കുറിച്ചാണ്, മെഡിസിനെ കുറിച്ചാണ്, അതിനുള്ള ഒറ്റമൂലികളെ കുറിച്ചാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് തളച്ചിടുക ചെയ്യാം, ആ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് തളച്ചിടുക ചെയ്യാം. സോറി. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, മാഗ്നറ്റ് എന്ത് ചെയ്യും, നെഗറ്റീവും പോസിറ്റീവും നല്ലതും ചീത്തയും അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ലത് മാത്രം അട്രാക്ട് ചെയ്യുന്ന മാഗ്നറ്റ് ആയി മാറണം എന്നുള്ളതാണ്. ഓക്കെ. പിക്ചർ യുവർ വേ ടു സക്സസ്. എല്ലാവർക്കും ജീവിതത്തിൽ എന്ത് വേണം, വിജയം വേണം. വിജയം വേണ്ടാത്ത ആരുമില്ല. പക്ഷേ വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താ? ഞാൻ പറഞ്ഞ ഈ പറയുന്ന ടൂളുകള് നമ്മൾ ആറ്റിറ്റ്യൂഡ് നേരെയാക്കാൻ, പോസിറ്റീവ് ആക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടുകൾ മാറാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വഴികളാ പറയുന്നത്. പിക്ചർ യുവർ വേ ടു സക്സസ്. വിജയത്തിലേക്കുള്ള വഴി എന്ത് ചെയ്യണം, പിക്ചറാ. എന്താ പിക്ചർ? ഇമേജ്, അല്ലെ? വിഷ്വൽസ്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണം, അത് പിക്ചറായി കാണാൻ സാധിക്കണം. ഒരു കൃത്യമായി നമുക്കത് അറിയാൻ സാധിക്കണം. അത് അനുഭവിച്ചവരുണ്ടാവും. ഒന്ന് ഇരുന്നിട്ട് നമ്മളുടെ പ്ലാനുകളും ഗോളുകളും ജീവിതത്തിലെ പർപ്പസ്, അല്ലെ, ലക്ഷ്യം, അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി ആഗ്രഹിക്കണം. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ എന്താണ്, ഒരു ഒരു ഒഴുക്കാണ്. ഇങ്ങനെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു എന്ന് മാത്രം. അല്ലെ? രാവിലെ ഉണരുന്നു, രാത്രിയാകുന്നു,
അതിനിടയ്ക്ക് സാധാരണ ഉള്ള എല്ലാ കർമ്മങ്ങളും ഭക്ഷണം കഴിക്കലൊക്കെ നടക്കുന്നു, ഇങ്ങനെ പോകുന്നു എന്ന് മാത്രം. ഈ ഇരിക്കുന്ന പല ആളുകളും അങ്ങനെ ആയിരുന്നു കുറച്ചു മുമ്പ്, അല്ലെ? ഇപ്പൊ അത് മാറി. ചിന്തകൾ ജീവിത ലക്ഷ്യത്തിനെ കുറിച്ചും ജീവിതത്തിലെ പർപ്പസിനെ കുറിച്ചും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്കും ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവുണ്ടായ കുറെ ആളുകൾ എന്റെ മുമ്പിലുണ്ട് എന്ന് എനിക്കറിയാം, അല്ലെ? ഒരു ബുക്കുണ്ട്, അതിന്റെ പേര് ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്നാണ്. റോബിൻ ശർമ്മ എഴുതിയതാണ്. വളരെ പ്രസിദ്ധമായ ബുക്കാണ്. നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും എന്നാണ്. വളരെ ആശയമുള്ള അർത്ഥവത്തായ ഒരു ബുക്കിന്റെ ടൈറ്റിലാണ്, ബുക്കിന്റെ പേരാണ്. നമ്മൾ മരിച്ചാൽ ആര് കരയും? നമ്മളുമായി കണക്ട് ചെയ്ത കുറച്ച് ആളുകൾ, അല്ലെ? നമ്മളെ ബന്ധുക്കാരും കുടുംബക്കാരും ഒക്കെ കുറച്ച് പേര് കരയും. ഈ കരയുന്ന എപ്പോഴാണ്? ഒരാൾ മരണപ്പെടുമ്പോൾ കരയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും അത്രയും അതിരറ്റ ആ ഒരു ബന്ധമുള്ളത് കൊണ്ടായിരിക്കും വിഷമം വരിക, അല്ലെ? എത്രയും പേര് ദിവസവും മരണപ്പെടുന്നു ലോകത്ത്, ആയിരക്കണക്കിന് ആളുകൾ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? സങ്കടം വരുന്നില്ല. കാരണം നമുക്കൊരു കണക്ഷനും ഇല്ല, ഒരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ ഒരാൾ മരണപ്പെടുമ്പോൾ ഒന്ന് കരയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരണം. അത് വരണമെങ്കിൽ എന്തൊക്കെ അവര് നമുക്ക് തന്നിരിക്കണം, അല്ലെ? അപ്പൊ നമ്മള് മരിക്കുമ്പോൾ ഒരു ജനസമൂഹം കരയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് എന്തെങ്കിലും സമൂഹത്തിന് കൊടുക്കണം, ലോകത്തിന് സംഭാവന ചെയ്യണം. അതാ അദ്ദേഹം ചോദിക്കുന്നത്, ഹു വിൽ ക്രൈ വെൻ യു ഡൈ? നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയുമെന്ന്. അപ്പം ആ ഒരു ഇമ്പാക്ട്, സ്വാധീനം സമൂഹത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക്. പിക്ചർ യുവർ വേ ടു സക്സസ്. അപ്പം ഇതുപോലെയുള്ള നമ്മുടെ പർപ്പസുകൾ, നമുക്ക് എന്തൊക്കെ ലോകത്ത് ചെയ്യാൻ സാധിക്കണം, എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളും നമ്മളെ പ്രതീക്ഷകളും നമ്മൾ പിക്ചർ ചെയ്യാൻ സാധിക്കണം. പിക്ചർ ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഇതിന് സാധ്യതകളുണ്ട്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത വരുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മളിന്ന് മനസ്സ് തീരുന്ന വിഷ്വൽ ചെയ്യുക, പിക്ചർ ചെയ്യുക, അതിന്റെ ഇമേജുകൾ കാണാൻ സാധിക്കുക. ഇതെന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇത് എനിക്ക് പറ്റിയതല്ല എന്ന ചിന്ത നമ്മൾ മനസ്സിനകത്തുള്ളെങ്കിലോ പിക്ചർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമുക്ക് പിക്ചറുകളായി നമുക്ക് കാണാൻ സാധിക്കണം. മൂവി ചലിക്കുന്ന പിക്ചറുകളായി കാണാൻ സാധിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഞാൻ നല്ലൊരു ബിസിനസ് മാനാണ്, അല്ലെങ്കിൽ ഞാനൊരു വിദേശത്തൊരു ബിസിനസ് തുടങ്ങുന്നു, നമ്മൾ പുതിയ വീട് വെക്കുന്നു, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ എന്തുമാകട്ടെ, അതിന് പ്രതീക്ഷയോടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഇമാജിൻ ചെയ്യാൻ കഴിയണം, അല്ലെ? ഇപ്പൊ നമുക്ക് വീടൊക്കെ വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ വ്യൂവും 3D വ്യൂ ഒക്കെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതിനകത്തൂടെ കയറി സഞ്ചരിക്കുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്ന രീതിക്ക് 3D ചെയ്തു തരും ആർക്കിടെക്റ്റുമാര്. അത് നമുക്ക് ഈ ഒരു 3D ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ഉള്ളിലൂടെ കയറി ഇങ്ങനെ, വീട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഓരോ കാര്യങ്ങളും, ഒരു ജോലിയാണെങ്കിൽ അപ്പൊ ഓഫീസിൽ നമ്മൾ പോകുന്നത്, ജോലി ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം, നമുക്ക് പിക്ചർ ചെയ്യാൻ, നമ്മളത് മുമ്പിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ സാധിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സെല്ലുകളിലേക്ക് ആ ആശയം ആഴ്ന്നിറങ്ങുമെന്നുള്ളതാണ്. ഓക്കെ, മേക്ക് എ കമ്മിറ്റ്മെന്റ്, യു വിൽ മൂവ് മൗണ്ടൻസ്. എന്താണ് കമ്മിറ്റ്മെന്റ്? പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? ആരോടും ഷെയർ ചെയ്യില്ല. എന്താ കാര്യം? നമുക്ക് ചെയ്യാൻ പറ്റാതായി പോയി എന്ത് ചെയ്യും? അവൻ നമ്മളെ കളിയാക്കും, അല്ലെ? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്? എന്നെ വലിയ വലിയ പ്ലാനുകളൊക്കെ മനസ്സിൽ വിചാരിക്കും, എന്നെ ചെയ്യുമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അത് ഒരാളോട് പോലും എന്ത് ചെയ്യില്ല? ഷെയർ ചെയ്യില്ല. ചിലപ്പോൾ സ്വന്തം ഭാര്യയാകാം, അല്ലെങ്കിൽ ഭർത്താവാകാം, സുഹൃത്തുക്കളാകാം. പക്ഷെ അവരൊക്കെ ഷെയർ ചെയ്യാൻ വരുമ്പോഴും ഈ ഒരു മടി ഉണ്ടാവും, ഞാനത് ചെയ്തില്ലെങ്കിലോ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള. പക്ഷെ അവിടെയാണ് എന്ത് ചെയ്യണം? ഒരു കമ്മിറ്റ്മെന്റ്, നമുക്ക് എന്താണ് പറയാ, ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ, ചോദിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരാള് എന്തുകൊണ്ടും അത് ചെയ്തില്ല, ആ രീതിയിലൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ യു വിൽ മൂവ് മൗണ്ടൻസ് എന്ന് അദ്ദേഹം പറയുന്നത്.
മല പോലും കീഴടക്കുമെന്ന് അല്ലെ. മലകൾ നീക്കുമെന്ന് പറയാം. നമുക്ക് നീക്കിയില്ലെങ്കിലും അത് കീഴടക്കാൻ സാധിക്കണം. നമുക്കറിയാലോ എവറസ്റ്റ് ഒരു കാലത്ത് കൊല്ലങ്ങളോളം മനുഷ്യൻ ശ്രമിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അതിന് മുകളിൽ കയറി പറ്റിയത്. എത്രയോ പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. ആരാണ് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ആള്? ഒരു എൻഗേജ്മെന്റ് ചോദിക്കുകയാണ്. ആരാണ് ആദ്യമായി എവറസ്റ്റ് കയറിയത്? ആർക്ക് പറഞ്ഞൂടാ? ടെൻസിൻ ഹിലാരി. ഓക്കെ, രണ്ടുപേരാണ് അല്ലെ. അപ്പൊ അവര് ആദ്യത്തെ ശ്രമത്തിലൊന്നും അല്ല, പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവര് അതിന്റെ മുകളിൽ കയറി പറ്റിയത്. പക്ഷെ ഇപ്പോഴേ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി എന്നുള്ളതാണ്. ഏഹ് ഓരോ വർഷം തോറും നൂറുകണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നു, അവിടെ പോകും. നമുക്കും പോകാൻ പറ്റും. അതിനുള്ള ചെലവെടുത്ത് അവിടെ അതിനുള്ള പ്രത്യേക ട്രെയിനിങ് ഉണ്ട്, ട്രെയിനിങ് തരും, നമുക്കും പോകാൻ പറ്റും. ആ രീതിയിലേക്ക് എന്ത് ചെയ്തു മാറി. അത് മാത്രമല്ല, കുറെ അധികം പ്രാവശ്യം കയറിയ ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ അതാണ് പുതിയ റെക്കോർഡ്. 20 പ്രാവശ്യം കയറിയാൽ അതിന്റെ റെക്കോർഡ്. അങ്ങനെ കൂടുതൽ തവണ കയറുക എന്ന രീതിക്കായി ഇങ്ങനെ മാറി എന്നുള്ളത്. അതാണ് മനുഷ്യന്റെ ഒരു ലക്ഷ്യം. ഒരു സമയത്ത് 100 മീറ്റർ ഓടാൻ ഉള്ള സമയം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഉള്ള 100 മീറ്റർ റെക്കോർഡ് കിട്ടിയതിനേക്കാൾ എത്രയോ കൂടുതലായിരുന്നു. അന്ന് കരുതിയത് ഇതിൽ കുറഞ്ഞ വേഗതയിൽ 100 മീറ്റർ ഓടാൻ സാധിക്കില്ല എന്നായിരുന്നു. പക്ഷെ പിന്നീട് ഒരു പ്രാവശ്യം ആ ഒരു ചിന്ത ഒരാൾ തകർത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, പിന്നീട് കുറെ അധികം ആളുകൾ അതിലും കുറഞ്ഞ വേഗതയിൽ 100 മീറ്റർ ഓടി എന്നുള്ളതാണ്. അത് മനുഷ്യന്റെ മൈൻഡ് അത് സെറ്റ് ചെയ്തിരിക്കുന്ന ചില ബാരിക്കേഡുകളുണ്ട്. അതിന് മറികടന്നു കഴിഞ്ഞാൽ, ഒരാൾ മറികടന്നാലും മതി, അവിടെ എന്ത് ചെയ്യും, പിന്നെ അതിനെന്ത് ചെയ്യണം, ഒരു അനുഭവമായി എടുത്തുകൊണ്ട് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണം, അതിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുക. നമ്മള് ധാരാളം ഇതുപോലെയുള്ള സ്റ്റോറികൾ നമുക്ക് കാണാൻ സാധിക്കും, സ്പോർട്സിലും ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, പറഞ്ഞെന്താണ്, നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മള് എത്ര വലിയ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ലിഫ് കെല്ലറിന്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നതാണ്. തടസ്സങ്ങൾ ഉണ്ടാവും അല്ലെ, പക്ഷെ അവിടെ ഡോണ്ട് ഗീവ് അപ്പ്, അവിടെ ഇട്ടിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇട്ടിട്ട് പോയവൻ എന്ത് ചെയ്യും, എന്നും അതിന് സമയം ഉണ്ടാവുള്ളൂ. പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ ആപ്പിളിന്റെ സ്റ്റോറി. സ്റ്റീവ് ജോബ്സ്, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. സ്റ്റീവ് ജോബ്സ് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങി, ആപ്പിൾ ആ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി വളരെയധികം പ്രസിദ്ധി ആർജിച്ചു, സെയില് ഉണ്ടായി. പക്ഷെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം വേറെ പുതിയ കമ്പനി സ്ഥാപിച്ചു. വേറെ ഒന്ന് രണ്ട് ആനിമേഷൻ സ്റ്റുഡിയോ, പിക്സാർ പോലുള്ള ലോകത്ത് പിന്നീട് വലിയ രീതിയിൽ മാറ്റം എന്ന് വെച്ചാൽ വളരെ വലിയ വളർച്ച നേടിയ രണ്ട് കമ്പനി അദ്ദേഹം അധികം സ്ഥാപിച്ചു. ആ ഒരു പുറത്താക്കൽ കൊണ്ട് സംഭവിച്ചത് അദ്ദേഹം പുതിയതായി രണ്ട് കമ്പനികൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. പുറത്താക്കിയില്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും, ആ ഒരു കമ്പനി മാത്രം ഉണ്ടാകുമായിരുന്നു. അപ്പം ജീവിതത്തിൽ എന്ത് ചെയ്യും, പ്രതിസന്ധികൾ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങ് എന്ത് ചെയ്യില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കണമെന്നില്ല. പക്ഷെ ആ പ്രതിസന്ധികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളെ കമ്മിറ്റ്മെന്റ് ഒക്കെ സ്ട്രോങ് ആയാൽ അവിടെ നമുക്ക് മറികടക്കാൻ സാധിക്കും. ഒരു സംശയമില്ല, അവിടെ നമുക്ക് ആ ഒരു കാര്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് അത്രയും സ്ട്രോങ് ആവണം എന്ന് മാത്രം. ഇപ്പൊ പറഞ്ഞ തന്നെയാണ് നമ്മള് അല്ലെ, ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു മേഖലയും ഇല്ല. ഒരു വലിയ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞു വന്നതാണ് ഇപ്പോ അല്ലെ, കൊറോണ. നമ്മൾ ഇരിക്കുന്ന സൂം പ്ലാറ്റ്ഫോം അടക്കമുള്ള കുറേയധികം പുരോഗതികൾക്ക് കാരണമായത് കൊറോണയാണെന്ന് ഞാൻ പറയും അല്ലെ. ഇത്രയധികം സ്മാർട്ട് ഫോണുകൾ നമ്മൾ വീടുകളിലേക്ക് എത്താനും
നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഈ ഒരു രാവിലെ ഈ ക്ലാസ്സിലൊക്കെ ഈ സൂമിൽ ഇരിക്കാനും ഒക്കെ കാരണമാവും. കാരണം സൂം കുറെ മുമ്പേ ഉണ്ട്, ഇപ്പോഴല്ല. 2015 15 സമയങ്ങളിലെ സൂം ഉണ്ട്. അത് ഉപയോഗിച്ചിരുന്നത് കുറെ ബിസിനസ് മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ കമ്പ്യൂട്ടറിലൂടെ കണ്ട് സംസാരിക്കാനൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് സൂം. പക്ഷെ അത് എന്ത് ചെയ്തു, ഈ ഒരു പ്രതിസന്ധി വന്നപ്പോഴേക്ക് അതിന്റെ വളർച്ച അത്ഭുതാവഹമായിരുന്നു. ഇത്രയും വലിയ മടങ്ങ് എന്ത് ചെയ്തു വളർന്നു എന്നുള്ളത്. കാരണം അത്രയും നമ്മൾ ഈ വീട്ടിൽ നമ്മൾ ഇതിന് 344 പേരുണ്ട് ഇപ്പോഴും, അല്ലെ? പലപ്പോഴും 1000 പേരൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്രയും അധികം ആളുകൾ, നമ്മുടെ വീട്ടമ്മമാര്, സാധാരണ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരടക്കം എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നതിലേക്ക് നമ്മൾ എത്തി. കാരണം നമ്മളത് പഠിക്കുകയാണ്, സൂം എങ്ങനെ ഉപയോഗിക്കാം പഠിക്കാൻ നമ്മൾ ആവശ്യമായിട്ട് മാറി. ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ധാരാളം ഉണ്ട്. വീട്ടിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിന്റെ അതേ സുഖത്തിലിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കേൾക്കാം. അപ്പം ആ ഒരു പ്രോബ്ലം അവിടെ എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയും ചെയ്ത്. നമ്മുടെ നാട്ടിലും ഉണ്ട് ഈ ഒരു പ്രോബ്ലത്തെ ഓപ്പർച്യൂണിറ്റി ആക്കിയവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ബിസിനസ്സിലൊക്കെ ഉണ്ടാവാറുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും, അല്ലെ? ജീവിതത്തില് പ്രതിസന്ധികൾ ഉണ്ടാകാം. അപ്പൊ അതിനെ എന്ത് ചെയ്യണം, ആ ഉടനെ ഇട്ടിട്ട് പോയാല് സൂം ഒരിക്കൽ ഒരു സമയത്ത് അദ്ദേഹം ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തെ ആളുകള് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ഉപയോഗം എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്ത് ചെയ്യില്ല, ഇതിന്റെ ഗ്രോത്ത് ഒന്നും ഉണ്ടാകില്ല, ഇതിങ്ങനെ ഒരു ഒരു ചെറിയ സംഭവമായിട്ട് മാത്രം ഇങ്ങനെ തുറന്നു പോകും എന്ത് ചെയ്യുന്നുണ്ട്. ഇത് ഈ സൂമിന്റെ കമ്പനി അവർ പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. സൂം ഉണ്ടാക്കിയ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷെ ഇത് സംഭവിച്ചത് എന്താണ്, നേരെ മറിച്ചാണ്. ഇപ്പൊ നമ്മൾ റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റികൾ വന്നോളും. അവിടെ നമ്മൾ ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷം ചെയ്യാന്നുള്ളതല്ല, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങുക. അപ്പോൾ എന്ത് ചെയ്യും, അവസരങ്ങൾ നമ്മളെ തേടി വരും. ഇപ്പൊ പറഞ്ഞത് നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. നമ്മൾ സംഭവിച്ച പ്രതിസന്ധികളെ നോക്കിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറാൻ പാടില്ല. അങ്ങനെ മാറിയവരെന്തും ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടില്ല തന്നെ. അപ്പം നമ്മുടെ ലക്ഷ്യമാണ്, നമ്മുടെ ഗോളാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. അതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് ഇട്ടിട്ട് പോകാനാണെങ്കിൽ ഓക്കെ, കഴിഞ്ഞു, അതുകൂടെ കഴിഞ്ഞു, അല്ലെ? ആ ഒരു കാര്യം മടക്കി വെക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ അല്ല വേണ്ടത്. എന്താണ് വേണ്ടത്, എന്താണ് ശരിയായ ആറ്റിറ്റ്യൂഡ്? ശരിയായ ആറ്റിറ്റ്യൂഡ്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും, അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ വേറെ ഓപ്പർച്യൂണിറ്റി നോക്കുക എന്നുള്ളതല്ലാതെ ഇട്ടിട്ട് പോകുക എന്ന ചിന്തയില്ല. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലേക്ക് കയറ്റി വെക്കേണ്ട ഒന്നാണ് എന്താണ്, നിങ്ങൾക്ക് ആ ബിസിനസ്സോ എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഒരു ട്രെയിനിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും പരിചയമില്ലാത്തൊരു മേഖലയിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും കുറെ പ്രതിസന്ധികൾ ഉണ്ടാവും. ഇട്ടിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാരിൽ, ചിന്ത ഉള്ള ആരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്, ഒരിക്കലും നിങ്ങളൊരു എന്താണ് സ്മൂത്ത് വേയിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ട. പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രതിസന്ധികളെ തരണം ചെയ്തവരാണ് എന്ത് ചെയ്യുക, എപ്പോഴും വിജയിച്ചിട്ടുള്ളത്. അപ്പം അതിനുള്ള മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഉണ്ടാക്കിയെടുക്കാൻ വേറൊന്നുമില്ല. ലോകത്ത് വിജയിച്ചവരൊക്കെ എന്താണ്, ഇതുപോലെ മുന്നേറിയവരാണ്. പ്രതിസന്ധികളെ അല്ലെങ്കിൽ പ്രോബ്ലംസിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയവരാണ് എന്ന ചിന്തയാണ് അതിൽ കൊടുക്കേണ്ട വിത്ത്, അല്ലെ? ആ രീതിയിലേക്ക് നമ്മൾ ചിന്തയെ മാറ്റാണ്. പവർ ഓഫ് യുവർ വേർഡ്സ്. നമ്മൾ ചിന്തയുടെ കാര്യം പറഞ്ഞതുപോലെ പവർ ഓഫ് യുവർ വേർഡ്സ്. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും, അയാൾ പറഞ്ഞ അങ്ങനെ തന്നെ എന്ന് പറയും, അല്ലെ? അങ്ങനെ സംഭവിക്കുമെന്ന് പറയും. ആ ഒരു നമ്മുടെ വാക്കുകളുടെ ശക്തി, അത് നമ്മുടെ മനസ്സിൽ അറിഞ്ഞ് നമ്മൾ ആഴത്തിൽ ഉൾക്കൊണ്ട് പറഞ്ഞാല് അത് അതിലേക്ക് നമ്മളെ എത്തിക്കും, ഒരു സംശയം വേണ്ട.
പലതും അനുഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളെ കാഴ്ചപ്പാട് എന്താണ്? എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ പറയുന്ന എന്താണ്? എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. നിങ്ങൾ സെൽഫ് ടോക്ക് അല്ലെ? നമ്മളോട് പറയുന്ന സംസാരം അതും പ്രധാനമാണ്, അതും വേഴ്സ് ആണ്. സെൽഫ് ടോക്ക് എന്നെ കൊണ്ട് പറ്റും എന്ന രീതിയിലേക്ക് നിങ്ങളുടെ വാക്കുകൾ മാറണം. അതെപ്പോഴാണ്, എപ്പോഴൊക്കെയാണ് ഈ വാക്കുകൾ പവർഫുൾ ആകുക എന്നുള്ളത് വെച്ചാല്, ഇപ്പൊ നിങ്ങള് സ്വന്തമായിട്ട് അഫർമേഷൻ കൊടുക്കുന്നു. എന്താണ്? ഞാൻ ആരോഗ്യവാനാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഒരാൾ ചോദിക്കുകയാണ്, ഇങ്ങനുണ്ട്, സുഖമാണോ? കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ചിലപ്പോഴും, അല്ലെ? അവിടെയും എന്ത് ചെയ്യണം? നമ്മൾ ആ വേർഡ്സ് സൂക്ഷിക്കണം. കാരണം നമ്മൾ മറ്റൊരാളോട് പറയുന്ന വാക്കുകൾ അവരെ മാത്രമല്ല നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിലേക്കും ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളിലും നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളെ വല്ലാതെ സ്വാധീനിക്കും. ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഇത് എന്നിൽ സ്വാധീനം ഉണ്ടാക്കും, നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, അല്ലെ? ചില ആളുകൾ എന്ത് ചെയ്യും? ആ എന്താണ്, വായി തോന്നിയത് കോതയ്ക്ക പാട്ടെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ പലതും ഉണ്ടാവും, സ്വന്തത്തിന് നെഗറ്റീവായി ബാധിക്കുന്ന പലതും ഉണ്ടാവും. നമ്മളെ കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യരുത്, സംസാരിക്കാനേ പാടില്ല. നമ്മളെ താഴ്ത്തി കെട്ടിക്കൊണ്ട്, നമ്മളെ മോശക്കാരനാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കാനേ പാടില്ല. അത് വീണ്ടും നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു അഫർമേഷൻ ആണ്. ഒരാൾ സംസാരിക്കുകയാണ്, ഇപ്പം ബിസിനസ് കുറിച്ച് സംസാരിക്കുകയാണ്. ഓ, ഞാൻ എപ്പം ബിസിനസ് ചെയ്താലും ഇങ്ങനെയാണ്, നഷ്ടത്തിലാണ്. ചിലപ്പോൾ അത് ഫാക്റ്റ് ആയിരിക്കാം. ഫാക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മൾ കൊടുക്കേണ്ട വാക്കുകൾ എന്താണ്? ഞാന് പുതിയ പുതിയ ബിസിനസ്സുകൾ ലാഭത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലേക്ക് ചിന്തിക്കുക, അല്ലാതെ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള വിഷമം ഇങ്ങനെ എടുത്ത് പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കളത്തേക്കായിരിക്കും പറയാം. സുഹൃത്ത് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ബിസിനസ്? നഷ്ടത്തിലാണ്, എന്റെ എല്ലാ ബിസിനസ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമുക്കും കൂടെ എന്ത് ചെയ്യണം, അഫർമേഷൻ കൊടുക്കുക. നമ്മളെ വേർഡിന് അത്രയും പവർഫുൾ ആണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്നു, ഇപ്പം നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം, ഒരു ഉദാഹരണത്തിന് എന്താണ്, ഇപ്പം സ്റ്റേജ് ഫിയർ, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു പേടി, അത് കുറെ ആളുകൾക്കുള്ള പ്രശ്നമാണ്. അതുള്ള ആള് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മനസ്സിൽ ചിന്ത എപ്പോഴും കൊണ്ടുവരിക, ഞാൻ ആളുകളുടെ മുമ്പിൽ സംസാരിക്കുന്നല്ല, സംസാരിക്കുന്ന ആളാണ്. ഞാൻ നല്ല ധൈര്യത്തില് ആളുകളോട് സംസാരിക്കുന്ന ആളാണ്. മനസ്സിലുള്ള എന്താ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പൊ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, എന്നെ കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ 10 പേരുടെ മുന്നിൽ സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് എന്റെ കൈ വിറയ്ക്കും, കാല് വിറയ്ക്കും എന്നൊക്കെ ചിന്തിക്കുന്ന നമ്മൾ ഇപ്പോഴും. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, നമ്മൾ പറയേണ്ടത് എന്താണ്? ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഈ രീതിയിൽ പോസിറ്റീവായി നമ്മളുടെ വേർഡ്സ് കൊടുത്താൽ, അഫർമേഷൻസ് കൊടുത്താൽ, ഒരു 90 ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് അതിന്റെ മാറ്റം കാണാൻ സാധിക്കും. ഏത് കാര്യത്തിലാവട്ടെ, നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, ചേഞ്ച് സംഭവിക്കും, ഒരു സംശയം വേണ്ടല്ലോ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്, ആ ഒരു ഡിസിപ്ലിനോട് കൂടി സ്ഥിരമായി ചെയ്യണം എന്ന് മാത്രം. അപ്പം പറയുമ്പോൾ ആ ഒരു അഫർമേഷൻ പറയുമ്പോൾ മാത്രമല്ല, നമ്മൾ ഫുൾ ടൈം നമ്മുടെ ചിന്ത അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ചിന്തകൾ പോലും നമ്മുടെ അഫർമേഷനായിട്ട് വർക്ക് ചെയ്യും എന്നാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അഫർമേഷനെ കുറിച്ച്. പലരും എക്സ്പീരിയൻസ് അല്ലെ, പലരും സ്വന്തമായി അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ. അഫർമേഷൻസിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളും ചിന്തകളും ആ അഫർമേഷൻസ് മാറ്റിയതിലൂടെ മാറ്റം വന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കേൾക്കുന്ന ആളുകളിൽ? ഞാൻ എൻ്റെ വാക്കുകൾ മാറ്റിയപ്പോൾ, ഞാൻ എന്നെ കുറിച്ചുള്ള എൻ്റെ വേർഡ്സ് മാറ്റിയപ്പോൾ എന്ത് ചെയ്തു, മാറ്റം സംഭവിച്ചു, എനിക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന ആളുകളുണ്ടോ? യെസ്, താങ്ക് യു. അത്രയും പവർഫുൾ ആണ് ടൂൾ. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം പരിചയമില്ലാത്തവർ, അല്ലെങ്കിൽ EFT പഠിക്കാത്തവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പകുതി പേര് കൂട്ടിക്കോളും. പക്ഷെ അവർക്ക് ഈ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രചോദനമാകണം എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾക്കുപരി ഇത് കേൾക്കുന്നവരുടെ റെസ്പോൺസ്, ആ യെസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവരുടെ അനുഭവങ്ങളാണ് നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് മനസ്സിലാകുക. ഹൗ ആർ യു, എന്താണ് ഹൗ ആർ യു? നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്, ഒരു വഴിയാണ്. എന്താണ് ഹൗ ആർ യു ചോദിച്ചാൽ മതി. ഹൗ ആർ യു വെച്ചാൽ എന്താണ്, സുഖമാണോ, എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിച്ചാല് നമുക്ക് 3 തരം റിപ്ലൈ കിട്ടുന്ന, 3 റിപ്ലൈ. ഒന്ന് നെഗറ്റീവാണ്, വയ്യ, പ്രശ്നമാണ്, വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങൾ. പക്ഷേ എന്ത് ചെയ്യും, ആ പ്രൊജക്ട് ചെയ്ത് പറയുന്നത് എന്തിനായിരിക്കും, നെഗറ്റീവ് കാര്യങ്ങളാക്കി പറയാം. ചില ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് തോന്നും ചോദിക്കണ്ടായിരുന്നു തോന്നും, ആ രീതിയിലാ പറയാ, അല്ലെ? ഏഹ് സ്വന്തം ഒരു വീട്ടിലെക്കാര്, അയലത്തക്കാര്, ഇങ്ങനെ എല്ലാം പറയുന്നത് എന്താണ്, അസുഖവും ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങളെ പറയാം. പക്ഷെ അവിടെ കുറെ അധികം നന്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അതിനെ അവർ പ്രൊജക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. പിന്നെ രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവര് എന്താ പറയാ, ആ കുഴപ്പമില്ല, ഇങ്ങനെ പോണു. ഏഹ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, അല്ലെ? കുഴപ്പമില്ല, മടിയാണ് നമുക്ക് പറയാൻ. ഏഹ് എന്തോ നമ്മള് എന്താണ്, നന്നായി പോകുന്നു, സുഖമാണ്, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാല്, ഓ നമ്മളെ കുറിച്ച് മറ്റൊരു എന്തോ മോശം വിചാരിക്കുവോ, ഏഹ് അല്ലെങ്കിൽ നമ്മളോട് അസൂയപ്പെടുവോ എന്നൊക്കെ വിചാരാണെന്ന് തോന്നുന്നു. എന്തോ കൂടുതൽ പേര് പറയാ എന്താണ്, ആ കുഴപ്പമില്ല എന്നാണ്. ഏഹ് അപ്പൊ അത് മാറിയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറയണം, നമുക്ക് പോസിറ്റീവായി സംസാരിക്കാൻ സാധിക്കണം. ഒരാൾ ചോദിക്കുമ്പോഴെന്താണ്, ആ ഗുഡ്, നന്നായിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. ആരുടെ ജീവിതത്തിലാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാത്ത? എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. നമ്മൾ അതിനെ പ്രൊജക്ട് ചെയ്യാതെ, അതിനെ കൂടുതൽ ഉയർത്തി കാണിക്കാതെ, നമ്മളുടെ നന്മകളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഉയർത്തി കാണിക്കണം. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ? നന്ദി, നന്ദിയുള്ളവരാകണമെന്ന്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ എടുത്തു പറയണം. അതിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ എന്താണ്, ഒരാള് എങ്ങനെയുണ്ട്, സുഖമാണോ ചോദിക്കുമ്പോൾ സുഖമാണ്, ദൈവത്തിന് സ്തുതി എന്ന് പറയാൻ സാധിക്കണം, അല്ലെ? നമ്മള് ഈ മറ്റു ഭാഷകൾ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ കേൾക്കുന്നത്, നമ്മളിപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ഹൗ ആർ യു, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചാണ്, എന്താ ഉത്തരം, എന്താണ് നമ്മൾ പഠിച്ച ഉത്തരം, ഫൈൻ, അല്ലെ? നമ്മൾ ആ ഉത്തരം മാത്രമേ പഠിച്ചുള്ളൂ. നമ്മള് ഫൈൻ, നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നതാണ്. അറബിയിലാണെങ്കിലോ കൈഫൽഹാൽ, കുറെ ആളുകൾ ഗൾഫിലൊക്കെ പോയാൽ കുറെ ആളുകൾ ഇതിലുണ്ടാവും, കൈഫൽഹാൽ, കൊയ്സ്, സൈൻ, അൽഹംദുലില്ലാ എന്ന് പറയും, അല്ലെ? അവിടെയൊക്കെ എന്താണ്, ഈ പോസിറ്റീവാണ് പ്രൊജക്ട് ചെയ്യുക. നമ്മള് എങ്ങനെ എവിടെ കേട്ട് ശീലിച്ചതോ ഒക്കെയാണ് നമ്മള് പറയാ, കൂടുതൽ പേരും പറയാ, കുഴപ്പമില്ല, ഇങ്ങനെ പോണ് എന്നൊക്കെയാ പറയാ, അല്ലെ? അത് മാറണം. ഞാൻ നേരത്തെ പറഞ്ഞ പവർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞില്ലേ, ഉള്ള വാക്കുകളുടെ ശക്തി, അതിൽ ഇത് കണക്റ്റഡ് ആണ്. അത് മാറണം. നമ്മൾ എന്താ പറയാൻ പാടുള്ളൂ, എങ്ങനെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒക്കെ ഉണ്ടാവും, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതവിടെ ഇരുന്നോട്ടെ. അതിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രൊജക്ട് ചെയ്യണ്ട. നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ട, നമുക്ക് കിട്ടിയ ചെറിയ നന്മകളെ ഓർക്കുക, എന്നിട്ട് പറയാ, നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നു, ദൈവത്തിന് സ്തുതി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ? അപ്പം ഞാൻ പറഞ്ഞത് ഹവ്വാറി എന്ന ഒറ്റ വാക്കിൽ, ഒറ്റ ചോദ്യത്തിൽ അറിയാം നമ്മുടെ മനോഭാവം. അപ്പം ഇനിയെങ്കിലും എന്ത് ചെയ്യണം, ഒരാളെ ചോദിക്കുമ്പോൾ അയാൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യണം, നമുക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കണം. പക്ഷെ ഇതിലുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ്, അങ്ങനെ അല്ലെന്നല്ല പറഞ്ഞത്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ചേഞ്ച് കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞാണ് നമ്മൾ സ്റ്റോപ്പ് കംപ്ലൈനിങ്, അല്ലെ? നമ്മളൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കംപ്ലൈൻസ്. എപ്പോഴും എന്ത് ചെയ്യും, അതാണ് നമ്മുടെ ഒരു മുഖമുദ്ര, അതാണ് കംപ്ലൈനിങ് പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ. ഒരു സെക്കൻഡേ. ഓക്കെ. അപ്പം
അതിന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. നമ്മളെ പോസിറ്റീവിനെ മാത്രം പ്രൊജക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി അതിലേക്ക് പോകുന്നില്ല വീണ്ടും. കംപ്ലൈൻസ് എന്നുള്ള പരാതി, ആ പരാതി പറച്ചിൽ നിന്നുള്ള പരിപാടി എന്ത് ചെയ്യണം? മതിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ പരാതി പറയുമ്പോഴും ഇപ്പോഴത്തെ ഓർക്കുക, എന്തൊക്കെയാണ് തനിക്ക് കിട്ടിയേക്കുന്നത്. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം എപ്പോഴോ ഇത് ചെറിയ എന്തോ ഒരു അസ്വസ്ഥ വന്നപ്പോഴേക്കും ചിന്തിച്ചു, എന്താണ് ഇങ്ങനെ. അപ്പോ പിന്നീട് അന്ന് ഉച്ചയ്ക്ക് തന്നെ തോന്നുന്നു, ഒരു സുഹൃത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടപ്പോഴത്തേക്ക് അറിയാതെ എന്ത് ചെയ്തു, ദൈവത്തിന് സ്തുതി പറഞ്ഞു പോയി. ചെറിയ ചെറിയ ആക്സിഡന്റ് മതി, ഒരു ചെറിയൊരു ആക്സിഡന്റ് സുഹൃത്തിനുണ്ടായത്. അടുത്ത സുഹൃത്ത്, അത് കൂടെ സീനിയറായിട്ട് പഠിച്ചാണ്. പക്ഷെ മാസങ്ങളായിട്ട് എന്ത് ചെയ്തിട്ട് റിക്കവർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എത്ര അനുഗ്രഹമുള്ളവരാണ് എന്ന് അറിയാൻ ഇങ്ങനത്തെ നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളൊക്കെ നമ്മളെ എന്ത് ചെയ്യണം? സഹായിക്കണം. ഓക്കെ. അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. നമുക്ക് മാറ്റം വരുത്താൻ, ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന വേറൊരു, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റുന്ന വേറൊരു നല്ല ഒരു വഴിയാണെന്ത്? അസോസിയേറ്റ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. പോസിറ്റീവായി ചിന്തിക്കുന്ന, സംസാരിക്കുന്ന ആളുകളുമായി സഹകരിക്കുക, കൂട്ടുകൂടുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കൂടെയുള്ള 4 ആളുകളുടെ ആവറേജ് ആണെന്ന് പറയാം. എന്ന് വെച്ചാല് നമ്മൾ സഹകരിക്കുന്ന 4 ആളുകൾ, നമ്മൾ എപ്പോഴും സഹകരിക്കുന്ന 4 ആളുകൾ, അവരെങ്ങനാണോ അവരുടെ ആവറേജ്, അവരുടെ അതേ സ്വഭാവത്തിലായിരിക്കും നമ്മളും ഉണ്ടാകുക എന്നാണ്. അഞ്ചാമനായി നമ്മളും ഉണ്ടാവും. ആ 4 പേര് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളും എന്തായിരിക്കും? ആ അഞ്ചാമത്തെ നമ്മളും നെഗറ്റീവ് ആയിരിക്കും. അവർ 4 പേര് പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. അത് നമ്മള് പണ്ടേ പറഞ്ഞു കേൾക്കാറുള്ളതാണ് അല്ലെ? ചന്ദനം ചാരിയാല് ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. അത് കറക്റ്റാണ്. നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകെട്ടിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ മക്കളുമാരെ കുറിച്ച് നമ്മൾ ആശങ്ക ഏതാണ്? ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാൻ കൊണ്ടാക്കുമ്പോഴോ ഹോസ്റ്റലിലാക്കുമ്പോഴൊക്കെ നമ്മൾ ആശങ്ക അവന് ഒരു കൂട്ടുകെട്ട്, നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് അവന്റെ സ്വഭാവം എന്താണ് നമ്മൾ നോക്കുന്നേ ഇല്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അവൻ ഏതെങ്കിലും കൂട്ടുകെട്ടില് പ്രശ്നമാവോ, ഹോസ്റ്റലിലാക്കുമ്പോഴത്തേക്ക് നല്ല കുട്ടിയെ വേണം അവന്റെ കൂടെ റൂമിൽ എന്നൊക്കെ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. തിരിച്ചും നമ്മൾ ആലോചിക്കണം, നമ്മുടെ മകൻ അല്ല നമ്മുടെ മകള് മറ്റുള്ള ഒരു കുട്ടിക്ക് നല്ലൊരു കൂട്ടുകാരനാണോ എന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. ആ രീതിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നർച്ചർ ചെയ്യണം, നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത് അങ്ങനെയാണ്. ഓക്കെ. അപ്പം പറഞ്ഞത് നല്ല ആളുകളുമായി സഹകരിക്കുക, സഹവസിക്കുക എന്നുള്ളതാണ്. നമ്മളെ EFT ഫാമിലി വന്നപ്പോൾ ഒരു ഗുണം, അങ്ങനെ കുറെ നല്ല കൂട്ടുകെട്ടുകൾ, നല്ല സുഹൃത്തുക്കളെ കിട്ടി എന്നുള്ളതാണ്. പോസിറ്റീവായി ചിന്തിക്കുന്ന, നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെ, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഫാമിലിയെ കിട്ടി എന്നുള്ളതാണ് ഞാൻ ഈ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ട ഏറ്റവും വലിയൊരു ഗുണം. അല്ലെ? അങ്ങനെയല്ലേ? എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? യെസ് ആണോ? അതോ ഞാൻ വെറുതെ പറയാണ്? യെസ് അല്ലേ? താങ്ക് യു. ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ ആൻഡ് ഗ്രോ. കംഫർട്ട് സോൺ എന്താണ്? ഇങ്ങനെ സുഖമായിരിക്കുക അല്ലെ, നമ്മളെ കംഫർട്ടായിരിക്കുക. എല്ലാവർക്കും അത് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ മഴയൊക്കെയാണ്, ഇപ്പൊ കുറച്ച് ദിവസങ്ങളിൽ മഴയാണ്. സുഖമായി വീട്ടിലിങ്ങനെ ഇരിക്കാനും കഥ പറയാനും ഫുഡൊക്കെ കഴിച്ച് അല്ലെ, മക്കളൊക്കെ ആയിട്ടിരുന്ന് കഥ പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ആ ഒരു കംഫർട്ട് സോൺ ഇരിക്കുന്നവരെന്ത് ചെയ്യും? അവിടെ ഇരിക്കുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകണം, ലോകത്തിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വന്നേ പറ്റും അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ അങ്ങനെ പോകും. ഇപ്പം കംഫർട്ട് സോൺ വിട്ടിട്ട് പുറത്ത് വരാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം. നമ്മള് ഏത് കാര്യവും നമ്മൾ കുറെ നാള് ഒരേപോലെ അനുഭവിക്കുമ്പോൾ അത് നമുക്ക് കംഫർട്ടായി മാറും അല്ലെ? നമുക്കറിയാം, ചില നമ്മൾ വീഡിയോസ് കാണാറുണ്ട്, യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് ഉണ്ട്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ജോലിയായിരിക്കും, പക്ഷെ വളരെ സിമ്പിൾ ആയി ചെയ്യുന്നതാണ്. നമ്മൾ നിത്യാഭ്യാസി ആനയെടുക്കുന്ന പറഞ്ഞ പോലെ. അപ്പൊ പക്ഷെ അത് കംഫർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നീട് നമുക്ക് ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ അടുത്ത ഒരു മേഖലയിലേക്ക്, നമുക്ക് വളർച്ച വേണ്ട അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ നോക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കംഫർട്ടായിട്ട് ഇങ്ങനെ പോവുകയുള്ളൂ. ജീവിതത്തിൽ വളർച്ച വേണോ? നിങ്ങൾ എന്ത് ചെയ്യണം? കംഫർട്ട് സോൺ വിട്ട് പുറത്ത് കിടക്കണം. അതിന് ചെയ്യേണ്ട ഒന്നാണ് ഗെറ്റ് ഔട്ട് ദെയർ ആൻഡ് ഫെയിൽ. പലപ്പോഴും നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പേടി എന്താണ്? പറയും. എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് കുറെ
പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നമുക്ക് പലപ്പോഴും എന്താണ് നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്? ഒന്ന് പറയാമോ? എന്താണ് നമ്മളെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്? യെസ്, അതാണ് തോറ്റു പോകുമോ എന്ന ചിന്തയാണ്, അല്ലെ? ഇതിലിറങ്ങിയാല് തോറ്റു പോകുമോ എന്ന ചിന്ത, ആങ്സൈറ്റി, ഫിയർ, പേടി, റിസ്ക്. യെസ്, അത് തന്നെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ പേടിക്കുന്നവരായിരുന്നെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ നടക്കാൻ പറ്റും? ആലോചിച്ചോക്കെ, നമ്മള് എത്ര വീണിട്ടാണ് നടക്കാൻ പഠിച്ചത്? അല്ലെങ്കിൽ അവിടെ ഇരുന്നിപ്പോഴും നിറങ്ങിയ നമ്മളല്ലേ? ആലോചിച്ചോക്കെ, ഇത്രയും വലിയ ശരീരമായിട്ട് നമ്മൾ നിറങ്ങുന്നത്. വല്ല കാര്യം നടക്കുമോ? ഇല്ല. അപ്പൊ നമ്മള് എണീറ്റ് നടന്നു, വീണു, പല പ്രാവശ്യം വീണു. വീഴുമ്പോഴൊന്നും നമ്മുടെ മാതാപിതാക്കള് എടാ എണീക്കല്ലേ, നീ വീഴുമെന്ന് പറഞ്ഞില്ല. അവരൊക്കെ എന്താ പറഞ്ഞത്? എണീക്ക്, നടക്ക്, പിടിച്ചു നടക്ക്, വീഴട്ടെ, അല്ലേ? ഇറ്റ്സ് ഓക്കെ. നമ്മള് കുഞ്ഞുങ്ങളെ എണീറ്റ് നടന്ന് വീഴുന്ന കാര്യത്തിൽ നമ്മൾ ആരും എന്ത് ചെയ്യില്ല, അതിനെ നമ്മള് വിഷമമായി കാണാറില്ല. അവൻ വീണല്ലോ, ഓ ഇനി വീഴുമല്ലോ, നമ്മൾ വിഷമിക്കില്ല, നമ്മൾ സന്തോഷിക്കുക ചെയ്യാം. എണീറ്റ് നടന്നു, വീണു, അല്ലേ? നമ്മൾ ഏറ്റവും സന്തോഷമുള്ള സമയമാണത്. കുട്ടികൾ പിടിച്ച് നടക്കും, വീഴും, അല്ലെ? അപ്പൊ ഇതുപോലെയാണ് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും. നിങ്ങൾ പുതിയ കാര്യം ചെയ്യണോ? ഇറങ്ങ്, പുറത്തിറങ്ങ്, ഗെറ്റ് ഔട്ട് ദ. അവിടെ കുത്തിയിരിക്കാതെ, വീട്ടിൽ പേടിച്ചിരിക്കാതെ എന്ത് ചെയ്യണം? ഗെറ്റ് ഔട്ട്, പുറത്തോട്ട് ഇറങ്ങും. എന്നിട്ടോ ഫെയിൽ ചെയ്തോ, പരാജയപ്പെടട്ടെ, കുഴപ്പമില്ല. പരാജയപ്പെട്ടോട്ടെ, കുഴപ്പമില്ല. എന്ത് ചെയ്യും? വീണ്ടും ചെയ്യാം, വീണ്ടും പരാജയപ്പെടാം, വീണ്ടും ചെയ്യാം, പരാജയപ്പെടാം, വീണ്ടും ചെയ്യാം, ജയിക്കും. ഒരു സംശയമുണ്ട്, നമ്മള് എന്നും പരാജയപ്പെടൂല. ഒരു സംശയം വേണ്ട, ചെയ്യാന്നുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യാം. നമ്മള് പലപ്പോഴും പത്രത്തിലൊക്കെ ധാരാളം ആളുകൾ അനുഭവങ്ങൾ കാണും, റെക്കോർഡ് നേടിയതും, അല്ലെ? നമ്മൾ ആ റെക്കോർഡ് നേടിയത് മാത്രമേ കാണുന്നുള്ളൂ. സെഞ്ചുറി അടിച്ച സച്ചിനും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? സ്പോർട്സിലും അല്ലെങ്കിൽ എന്താണ് പെലയും ഒക്കെ നമ്മൾ കാണും. പക്ഷെ അവര് ആ ഒരു 90 മിനിറ്റോ 60 മിനിറ്റോ കളിക്കുന്നതല്ല, ആ ഡെയിലി 12ഉം 16ഉം 20 മണിക്കൂർ അല്ലെങ്കിൽ 14 മണിക്കൂർ എന്ത് ചെയ്യുന്നുണ്ട്? പരിശീലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പരിശീലനമാണ് എന്ത് ചെയ്യുന്നത്? അവരെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുക, അവിടെ കുത്തിയിരിക്കാതെ എന്താണെന്ന് ചെയ്യാൻ ആഗ്രഹം ചെയ്തോ, പേടിക്കണ്ട. തോറ്റുപോട്ടെ, തോൽവിയെ കുറിച്ച് നിങ്ങൾ പേടിക്കേ വേണ്ട. എന്ത് ചെയ്യും? ലോകത്ത് വിജയിച്ചവരൊക്കെ എന്ത് ചെയ്യാണ്? കുറെ പ്രാവശ്യം തോറ്റവര് തന്നെയാണ് എന്ന ചിന്ത കൊണ്ടുവരിക. ഓക്കെ, അല്ലാതെ തോൽവി പേടിച്ച് വീട്ടിയിരുന്നാല് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഗെറ്റ് ഔട്ട് ദെയർ ആൻഡ് ഫെയിൽ. നെറ്റ്വർക്കിംഗ് നേരത്തെ പറഞ്ഞു തന്നെയാണ് നമ്മൾ. എന്താണ്? കുറെ ആളുകളുമായി കണക്ഷൻ ഉണ്ടാക്കുന്നത്, കുറെ ആളുകളുമായി കണക്ഷൻ ഉണ്ടാക്കുക, ഒന്നിച്ച് ചെയ്യാം. അതിന്റെ കാലഘട്ടമാണിത്. ഓക്കെ, നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ആരെയാണ്? തോമസ് ആൽവ എഡിസന്റെ കാര്യം പറഞ്ഞു. എഡിസൺ 1880 ആ ബൾബ് കണ്ടുപിടിച്ച സമയത്ത് അദ്ദേഹം അമേരിക്കയിലാണ്. ആ സമയത്ത് ബ്രിട്ടനിൽ ഒരാളുടെ പേര് സ്വാൻ എന്നാണ്. അറിയപ്പെടുന്ന പോലുമില്ല. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ ഒരു ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ കേസിന് പോയി. അപ്പൊ അവസാനം സംഭവിച്ചതെന്ന് വെച്ചാല് എഡിസൺ അദ്ദേഹവുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു, ഒന്നിച്ച് ചേർന്നു. 1880 പുതിയ കമ്പനി തുടങ്ങി, എഡിസൺ ആൻഡ് സോൺ എന്ന് പറഞ്ഞിട്ട് പുതിയ കമ്പനി തുടങ്ങിയിട്ട് എന്ത് ചെയ്തു? അവരാണ് പിന്നെ ഈ ബൾബിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നടത്തിയിട്ട് മാർക്കറ്റിൽ ചെയ്തത്. ഞാൻ പറഞ്ഞത് നെറ്റ്വർക്കിംഗ്, മറ്റുള്ളവരുമായി കൂടിച്ചേരാനും അവർക്ക് അവരുടെ നന്മകൾ ഇങ്ങോട്ടും നമ്മുടെ നന്മകൾ അങ്ങോട്ടും കൊടുക്കാനും ഉള്ള ഒരു മനസ്സും ആ ഒരു എന്താണ് ആറ്റിറ്റ്യൂഡും ഒക്കെ വളർത്തിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ പല മേഖലയിലും വിജയിക്കാൻ പറ്റും, ഒരു സംശയം വേണ്ട. അപ്പം ആ രീതിയിലേക്ക് നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ഓടിച്ചു പറയാം, സമയമായി. എന്താണ്? സക്സസ് ബിഗിൻസ് ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളുടെ ചിന്തകളിലാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളുടെ വിജയം ആരംഭിക്കുന്നത്. യുവർ എ ഹ്യൂമൻ മാഗ്നറ്റ്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങളുടെ വാക്കുകളും എന്താണോ അതിലേക്ക് നിങ്ങളുടെ ജീവിതം അതിലേക്ക് നിങ്ങൾ വേണ്ട റിസൾട്ടുകൾ അട്രാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളിലേക്ക് പോസിറ്റീവ് തന്നെ വരും. ഓക്കെ, നിങ്ങൾ വിജയത്തിലേക്കുള്ള വഴികൾ എന്ത് ചെയ്യുക? പിക്ചറൈസ് ചെയ്യുക, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുക, അല്ലെ? നിങ്ങൾ അതിനെക്കുറിച്ച് ഇമേജുകളായിട്ട് കാണുക, നിങ്ങൾ മറ്റുള്ളവരുമായി കമ്മിറ്റ് ചെയ്യാം. ഞാൻ ഇന്നത് ചെയ്യുമെന്ന് ഒരാൾ വൈഫിന്റെ അടുത്ത് പറയാം.
അപ്പൊ വൈഫ് ചോദിക്കും എന്തേ ചെയ്തില്ല എന്ന് ചോദിക്കും. അപ്പൊ ഒരു കുറവ് വരും അല്ലെ, അപ്പൊ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ആരും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനെ എന്ത് ചെയ്യുക, അവസരങ്ങളായി കാണാൻ ശ്രമിക്കുക. നമ്മളുടെ നമ്മുടെ വാക്കുകൾ പവർഫുൾ ആണ്, അതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ വാക്കുകൾ അല്ലെ, ഒരു ഹവാറി ചോദിക്കുമ്പോൾ പോലും നമ്മളുടെ വാക്കുകൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആയിരിക്കണം. പരാതികൾ അവസാനിപ്പിക്കുക, നല്ല ആളുകളുമായി കൂട്ടുകൂടുക, നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരിക, എന്നിട്ടോ ചെയ്യുക. തോറ്റോട്ടെ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പരാജയത്തിനെ കുറിച്ച് ആവലാതി വേണ്ട. മറ്റുള്ള ആളുകളുമായി നെറ്റ്വർക്ക് ചെയ്യുക, അങ്ങനെ കൂടുതൽ കൂടുതൽ നന്നായി നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ തീർച്ചയായും ഈ ടൂളുകൾ ഉപയോഗപ്പെടും. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തായാലും എന്നെ കേട്ട എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ നമ്മളുടെ അടുത്ത EFT കോഴ്സ് മെയ് 30 ആരംഭിക്കുകയാണ്, മൈൻഡ് മാസ്റ്ററി കോഴ്സ്. അപ്പൊ അതിലേക്ക് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യുക. നിങ്ങളുടെ നമ്പർ നമുക്ക് ചാറ്റിൽ ഷെയർ ചെയ്യാം, നിങ്ങളെ ആളെ കണക്ട് ചെയ്യും. ആർക്കെങ്കിലുമൊക്കെ എന്താണ് സംസാരിക്കാം. നമ്മുടെ EFT കോഴ്സിനെ കുറിച്ചോ ക്ലാസ്സിനെ കുറിച്ചോ സംസാരിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഒരു 5 മിനിറ്റ്. ഷൈജ സംസാരിച്ചോളൂ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. താങ്ക് യു. കേൾക്കാമോ? ഷൈജ സംസാരിക്കും. സർ ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ? ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, പറഞ്ഞോളൂ, കേൾക്കാം. സർ, സാറിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. ഞാൻ സാറ് Thank you. പറഞ്ഞ ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് പറഞ്ഞ അതേപോലെയായിരുന്നു ഞാൻ. എന്റെ മനോഭാവം അതെന്താണോ അതായിരുന്നു ഞാൻ. ഇപ്പൊ അതെല്ലാം VFT വന്നേ പിന്നെ ഞാനത് മാറ്റി. ഞാൻ ഓക്കെ ആയി. എനിക്ക് എന്നും നടുവേദനയാ, കാലുവേദന എന്നും ഞാൻ പറഞ്ഞോണ്ടിരിക്കുമോ, എനിക്ക് എന്നും വേദനയാണ്, എന്നും വേദനകൾ എന്റെ നാവിന്ന് അതേ വരുന്നുണ്ടായിരുന്നുള്ളൂ. EFT ക്ലാസ് ഞാൻ കാണാൻ തുടങ്ങി. കോഴ്സിന് ചേരുന്നതിന് മുമ്പേ തന്നെ ക്ലാസ് കാണുമായിരുന്നു, മോർണിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യായിരുന്നു. അന്ന് മുതൽ ഞാൻ മാറി തുടങ്ങി. ഇപ്പൊ എനിക്ക് നടുവേദന എന്ന പ്രശ്നം എന്റെ മനസ്സിൽ പോലും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഒരു പണിയും, വീട്ടിലത്തെ ചെറിയ ചെറിയ ജോലികൾ ഒന്ന് അടിച്ചു വരുമ്പോ പോലും ഒന്ന് ഇത്തിരി കുനിയുമ്പോഴേക്ക് നടുവേദന വരുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു മനസ്സിൽ. എപ്പോഴും മനസ്സിലൊരു ഉള്ളാലൊരു പേടി, എന്തോ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒരു പണി എടുക്കാൻ എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുപോലെ കാലുവേദന. ഇപ്പൊ അതൊന്നും എനിക്കൊരു പ്രശ്നേ അല്ല. അപ്പം സാർ ആ മനോഭാവം, നമ്മുടെ മനോഭാവം എന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചാണ് ഹാൻഡ് റൈസ് ചെയ്യണം. ഞാൻ ഇതായിരുന്നല്ലോ, ഇപ്പൊ ഞാൻ എത്ര മാറിപ്പോയി. ഇപ്പൊ ഞാൻ ഓക്കെയാണ് എല്ലാ കാര്യത്തിലും, എല്ലാം പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി. ദേഷ്യപ്പെടുന്നത് എല്ലാം കുറഞ്ഞു. മക്കളോടൊക്കെ നന്നായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു, അതെല്ലാം കുറഞ്ഞു. എല്ലാ തരത്തിലും ഓക്കെയാണ്. താങ്ക് യു സർ. താങ്ക് യു റഫീഖ് സർ. എല്ലാവരും ഞങ്ങളുടെ ഷബ്ന മാമൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഷബ്ന മാമായിരുന്നു എന്റെ PCA. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് സഹോദരങ്ങളെ, കൂട്ടുകാരെ നമുക്ക് EFTയിൽ വന്നേ പിന്നെ കിട്ടി. എന്തും നമുക്ക് തുറന്നു പറയാം, എന്ത് വിഷമങ്ങൾ പറയാം, സന്തോഷങ്ങൾ പറയാം. അത് സ്നേഹത്തോടെയുള്ള ശാസന ഉണ്ടാവും ചിലപ്പം. അത് അനുകൂലിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ എല്ലാം അവരിന്ന് കിട്ടുന്നുണ്ട്. സന്തോഷാണ് എല്ലാ തരത്തിലും. താങ്ക് യു സർ. താങ്ക് യു ഓൾ. താങ്ക് യു റഫീഖ് സർ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഗോഡ്. എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ ഓരോ ഫാമിലിയും ഉയർന്നു വരട്ടെ. താങ്ക് യു സർ. താങ്ക് യു. മൈമൂന സംസാരിച്ചോളൂ. മൈമൂന അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിക്കും. ഞങ്ങൾ EFT കഴിഞ്ഞവരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഞാന് നമ്മൾ തടിക്ക് വേണ്ടിയിട്ട്, അതായത് തടി കൂടിയതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഇത് നടത്തിയിരുന്നു, മെഡിറ്റേഷൻ. അതുപോലെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹൃദയസ്പൃക്കായ മെഡിറ്റേഷൻ ആയിരുന്നു സാറ് തന്നിരുന്നത്. അതുപോലെ തന്നെ എല്ലാ മെഡിറ്റേഷനും വളരെ ഹൃദയസ്പൃക്കാണ്. ഇത് അവനവന്റെ അനുഭവം വരുമ്പോ അത് കൂടുതൽ ഹൃദയസ്പൃക്കാകുന്നുണ്ട്. അതുപോലെ നമ്മൾ അസുഖം ഉള്ളവർ ധാരാളം ഉണ്ട്.
അവർക്കും വേണ്ടി ഇതുപോലെ നല്ല ഹൃദയസ്പൃക്കായ രീതിയിൽ ഹൃദയത്തെ തട്ടുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻ ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അത് വളരെ ഫലപ്രദമാവും. അതുപോലെ തരണം എല്ലാവർക്കും ഇതുപോലെ ഈ ഗ്രൂപ്പിൽ തന്നെ നിന്നുകൊണ്ട് ഇപ്പോഴും നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നും നിൽക്കുന്നവരാവണം. ഈ ഫാമിലിയെ, പ്രത്യേകിച്ച് ഈ ഫാമിലി തന്നെ വളരെ നമുക്ക് ഉപകാരം കിട്ടുന്നതാണ്. ഒരാളില്ലെങ്കിൽ വേറൊരാൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു പോകാൻ കഴിയുന്ന ഈ ഗ്രൂപ്പിലേക്ക് എല്ലാവരും വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു. ഇതിലേക്ക് വന്നതിൽ എല്ലാം അൽഹംദുലില്ലാ എന്ന് പറയുന്നു. താങ്ക് യു. ഒന്ന് ചുരുക്കി പറയണേ, പറയുന്നവര്. രണ്ട് മിനിറ്റൂടെ ഉള്ളൂ. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്യണ്ട. ഓക്കെ, മൈമുന സംസാരിച്ചപ്പം. ആയിഷ സംസാരിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറിന് സുഖല്ലേ? സുഖം. എന്നെ അറിയില്ലേ? നിലമ്പൂര് ഉസാമന്റെ ഉമ്മ. പിന്നെന്താ, ഇവരൊക്കെ അഡ്വാൻസിന് പോയിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ വിഷ്വൽ ചെയ്യുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാം കഴിഞ്ഞു വരട്ടെ എന്ന് വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ സാറിനെ ക്ലാസ്സിൽ കയറിയിരുന്നു. അപ്പൊ സാറിനോട് ചോദിച്ചു മഴയില്ല എന്നൊക്കെ ചോദിച്ചു. സാറ് ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയിൽ നിൽക്കുന്നു. പിന്നെ എനിക്ക് പരാതി ഇല്ല. ഇപ്പൊ EFT വന്നതോടുകൂടി പരാതിയെല്ലാം മാറ്റി. എന്ത് വന്നാലും ചെറിയ കാര്യത്തിന് വരെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നന്ദി മാത്രമേ ഉള്ളൂ. 100ൽ 90% ഗ്രാറ്റിറ്റ്യൂഡ് പറയാനേ ഉള്ളൂ. ഇനി ലേശം കൂടി ആയാൽ ഒരു 3-4 മാസം കൂടി ആകുമ്പോൾ ഞാൻ ഫുള്ളാവും. എന്താ വെച്ചാ ഇപ്പൊ 6 മാസമല്ലേ ആയുള്ളൂ. അതുപോലെ നല്ല കൂട്ടുകാരെ തേടി പിടിക്കുന്നു. ഞങ്ങൾ ഗ്രൂപ്പ് നന്നായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുമ എന്ന ഗ്രൂപ്പില് ഷപ്നമേമ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവരും മാറി മാറി ചെയ്യുന്നു. നല്ല സന്തോഷത്തോടുകൂടി എല്ലാ ദിവസവും ഞങ്ങൾക്ക് നന്നായിട്ട് കിടന്നുറങ്ങാനും ഹാപ്പിയായി ജീവിക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും അതിനുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെ സെൽഫിനെ സ്നേഹിക്കുക നന്നായിട്ട്. മറ്റുള്ളവർ എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, നമ്മൾ അങ്ങോട്ടും. അങ്ങനെ എല്ലാം ഹാപ്പിയായി പോകുന്നു. പരാതികളേ ഇല്ല, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം. പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. ഈ മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടത് അല്ലെ? പരാതികളില്ലാത്ത, നമ്മളെ നന്മകളെ തിരിച്ചറിയാൻ പറ്റുക അല്ലെ? എല്ലാവരുടെ ജീവിതത്തിലും നന്മകളുണ്ട്. ഏതൊരാളും എല്ലാവരുടെ ജീവിതത്തിലും നന്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലാത്ത ഉണ്ടാവില്ല അല്ലെ? അതിനെ പ്രൊജക്ട് ചെയ്യുക, അതിനെ കൂടുതലും മുന്നോട്ടെടുക്കുക. അതിനെ എടുത്തിങ്ങനെ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതിലൊക്കെ സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. അപ്പം കൂടുതൽ നമ്മളെ അറിയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ അടുത്ത മാച്ച് മെയ് 30 ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടാൽ നിങ്ങളെ കണക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി. താങ്ക് യു.